സിദ്ധഗന്ധർവ യക്ഷ്യാദ്യൈ അസുരൈ അമരൈ അപി സേവ്യമാന സദാ ഭൂയാത് സിദ്ധിദാ സിദ്ധിദായിനി. ഇന്ന് നവമ ശക്തിയുടെ നവമി അവതാരമാണ്. ശാരദീയ നവരാത്രിയുടെ 9ാം ദിവസമാണ്. അതോടൊപ്പം തന്നെ സമാപന ദിവസവുമാണ്. സമാപന ദിവസത്തെ പൂജകൾ വളരെ ചിട്ടയോടുകൂടി ചെയ്യേണ്ടതാണ്. സമാപന ദിവസത്തെ പൂജകൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. പക്ഷേ സമാപനം കർമ്മം കൊണ്ടും വചനം കൊണ്ടും ബുദ്ധി കൊണ്ടും പൂർണ്ണത കൈവരിക്കണം. അമ്മയുടെ 9ാമത്തെ അവതാരമെന്ന് പറയുന്നത് സിദ്ധിദാത്രിയാണ്. സിദ്ധിദാത്രി എന്ന് പറയുമ്പോൾ തന്നെ സിദ്ധിയുടെ ഉറവിടമാണ്. എന്താണ് സിദ്ധി? അലൗകികമായ ഒരു ശക്തി, അതാണ് സിദ്ധി എന്ന് പറയുന്നത്. അണിമ, മഹിമ, ഗരിമ എന്നിങ്ങനെ തുടങ്ങി അഷ്ടസിദ്ധികളെ കുറിച്ച് പറയപ്പെടുന്നുണ്ട്. ഈ അഷ്ടസിദ്ധികളും സിദ്ധിദാത്രിയെ പൂജിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭ്യമാകും. അണിമ എന്ന് പറയുന്നത് യോഗയിലെ അതിസൂക്ഷ്മമായ ഒരു രൂപം, വളരെ ചെറുതാകാൻ കഴിയുക. മഹിമ എന്ന് പറയുമ്പം ഇഷ്ടം പോലെ ശരീരം വലുതാക്കാൻ കഴിയുക. ഗരിമ എന്ന് പറയുമ്പം മഹത്വം. ഇങ്ങനെ ഇതുപോലുള്ള അലൗകികമായ ശക്തി നമുക്ക് യഥേഷ്ടം ലഭിക്കും സിദ്ധിദാത്രിയെ പൂജിച്ചു കഴിഞ്ഞാൽ. ഈ അലൗകിക ശക്തി കിട്ടുന്നതിനോടൊപ്പം തന്നെ സഫലത നമുക്ക് ലഭിക്കും, പ്രശ്നപരിഹാരവും. ജീവിതത്തിൽ കടങ്കഥ പോലെ ഉത്തരം കിട്ടാത്ത അനേക പ്രശ്നങ്ങളുണ്ട്. ഓരോരുത്തരുടെ ജീവിതത്തിലുണ്ട്. ചിലരൊക്കെ പറയും എൻ്റെ ജീവിതത്തിൽ എന്താ പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ലല്ലോ. എല്ലാവരുടെ ജീവിതത്തിലും ഉത്തരങ്ങൾ കിട്ടാത്ത ചോദ്യം, കടങ്കഥകൾ പോലുള്ള പ്രശ്നങ്ങൾ, അതിന് നമ്മൾ പരിഹാരം തേടുന്നുണ്ട്. പരിഹാരം തേടി തേടി പല അമ്പലങ്ങളിലും നമ്മൾ പോകുന്നുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും നമ്മൾ സിദ്ധിദാത്രിയെ പൂജിക്കാറില്ല. അപ്പോൾ ഈ ശാരദീയ നവരാത്രി ദിവസം, ശരത്കാലീന നവരാത്രി ദിവസം ദേവിയെ പൂജിക്കുന്ന, സിദ്ധിദാത്രിയെ പൂജിച്ച് ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നത്തിന് പരിഹാരവും വിജയവും കിട്ടട്ടെ. ആയതിലേക്ക് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. മാർക്കണ്ഡേയ പുരാണത്തിൽ അമ്മയെ പൂജിച്ചു കഴിഞ്ഞാൽ എല്ലാ അലൗകിക സിദ്ധികൾക്കൊപ്പം അണിമ, മഹിമ എന്നിവയുടെ ഇരിപ്പിടമാണ് അമ്മയെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റ് പുരാണങ്ങളിലും അമ്മയുടെ മഹിമയെക്കുറിച്ച് പറയുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നവമി ദിവസം അമ്മ സിദ്ധിദാത്രിയുടെ പൂജ ചെയ്യേണ്ടത്
വളരെ ആവശ്യമാണ്. ദേവി ഭാഗവത പുരാണം അനുസരിച്ച് ഈ ലോകത്തിൻ്റെ നായകൻ, ത്രിമൂർത്തികളിൽ പഞ്ചശിരസൻ, ത്രിമൂർത്തികളിൽ പഞ്ചശിരസൻ എന്ന് പറയുന്നതിനേക്കാൾ ദശാനനന്മാരിൽ പഞ്ചശിരസൻ. ഒരുപക്ഷേ ഹിന്ദുക്കൾ ദശാനനൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ അത് രാവണനെയാണ് ഉദ്ദേശിച്ച്, രാവണനെക്കുറിച്ച് പറയുന്നു എന്ന് ചിന്തിച്ചു പോകും. പക്ഷേ ത്രിമൂർത്തികൾക്ക് ഒരു പേരുകൂടെ ഉണ്ട്. ത്രിമൂർത്തി എന്ന് പറയാതെ ദശാനനൻ എന്ന് പറഞ്ഞാൽ അത് ത്രിമൂർത്തിയായി. എങ്ങനെ? ബ്രഹ്മദേവൻ്റെ ചിത്രം കണ്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന് 4 ദിക്കുകളിലായി 4 മുഖമുണ്ട്. 4 ദിക്കുകളിലായി 4 മുഖമുണ്ട്. വിഷ്ണുവിൻ്റെ ചിത്രം കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് 1 മുഖമുണ്ട്. 4ഉം 1ഉം 5. ഇനി സംഹാരമൂർത്തിയായ ശിവൻ്റെ ചിത്രം കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് 5 മുഖമുണ്ട്. പഞ്ചമുഖൻ, ശിവൻ്റെ മറ്റൊരു പര്യായമാണ് പഞ്ചമുഖൻ. അപ്പോൾ 5 + 5 10. അതായത് 4 + 1 + 5 = 10. സൃഷ്ടി, സ്ഥിതി, സംഹാരമൂർത്തികളെ ചേർത്ത് നമുക്ക് ദശാനനൻ എന്ന് പറയാം. എന്ന് പറയാമെന്നല്ല, പല ഋഷിവര്യന്മാരും ഇവരെ ദശാനനൻ എന്ന് തങ്ങളുടെ കവിതകളിലൂടെ സംബോധന ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സൃഷ്ടിസ്ഥിതി സംഹാര മൂർത്തികളിൽ എല്ലാത്തിൻ്റെയും ഉറവിടമായ ഭഗവാൻ ശങ്കരൻ, ആ ഭഗവാൻ ശങ്കരൻ സിദ്ധിദാത്രിയെ പൂജിച്ചു. സിദ്ധിദാത്രിയെ പൂജിച്ച് സിദ്ധിദാത്രി ആ പൂജ സ്വീകരിച്ചു. എല്ലാ സിദ്ധികളും സിദ്ധിദാത്രി ഭഗവാൻ ശങ്കരന് നൽകുകയുണ്ടായി. ഇത് ദേവി ഭാഗവത പുരാണത്തിലാണ് ഭഗവാൻ ശിവൻ സിദ്ധിദാത്രിയെ പൂജിച്ച കഥ പറയുന്നത്. ഈ സിദ്ധിദാത്രി എല്ലാ സിദ്ധികളും കൊടുത്തപ്പോഴാണ് ഭഗവാൻ ശിവൻ അർദ്ധനാരീശ്വരനായി തീർന്നത്. എന്താണ് അർദ്ധനാരീശ്വരൻ്റെ സങ്കല്പം? ഒന്ന് ചിന്തിച്ചു നോക്കൂ. പകുതി ശിവൻ, പകുതി പാർവതി, ഒരു വീടിൻ്റെ തുല്യ ശക്തികൾ അല്ലേ? നമ്മളെ വീട്ടിലും അതല്ലേ വേണ്ടത്? ഗ്രഹനാഥനും ഗ്രഹനായികയും. വീടിൻ്റെ സ്ത്രീക്ക്, സഹയാത്രികയ്ക്ക്, ഒരു ഗ്രഹനായികയ്ക്ക് അർത്ഥ അങ്കിനി എന്നൂടെ ഒരു പര്യായമുണ്ട്. പകുതി ശരീരം. അപ്പോൾ പകുതി എവിടെ? അത് പുരുഷനിൽ. പുരുഷൻ്റെ പകുതി എവിടെ? അത് സ്ത്രീയിൽ. അപ്പോൾ എത്ര മനോഹരമായൊരു സങ്കല്പമാണ് ഈ അർദ്ധനാരീശ്വര സങ്കല്പം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിദ്ധിദാത്രിയെ പൂജിക്കുന്നതോടുകൂടി നമ്മുടെ വീട്ടിൽ സ്ത്രീ പുരുഷ സമത്വമുണ്ടാകുന്നു. അതുകൊണ്ട് ഈ നവരാത്രിയുടെ, ശാരദീയ നവരാത്രിയുടെ സമാപന ദിവസം നമുക്ക് സിദ്ധിദാത്രിയെ പൂജിക്കാം. പൂജിക്കുന്നത് വീട്ടിലെ ഗ്രഹനാഥൻ തന്നെ ആയിക്കൊള്ളട്ടെ. ഒപ്പം സർവാംഗ വിഭൂഷിതയായി ഗ്രഹനായിക അടുത്തുണ്ടാകട്ടെ, അല്ലെങ്കിൽ ഗ്രഹനായിക പൂജിക്കട്ടെ, ഗ്രഹനാഥൻ കൂടെ ഉണ്ടാകട്ടെ. അങ്ങനെ സമത്വ ചിന്താഗതി, അർദ്ധനാരീശ്വര
നാരീശ്വരനായത്, സിദ്ധിദാത്രിയെ പൂജിച്ച് ആയതുപോലെ ഓരോ പുരുഷനും ഓരോ സ്ത്രീയും തുല്യശക്തികളായി തീരട്ടെ, സമത്വ ശക്തികളായി തീരട്ടെ എന്ന് ഈ നവരാത്രി ദിനത്തിൽ ആശംസിക്കുകയാണ്. ദേവി സിംഹവാഹിനിയാണ്, സിംഹത്തിൻ്റെ പുറത്തായിരിക്കുന്നത്. എന്നാൽ ചില ഋഷീശ്വരന്മാർ ദേവിയെ താമരയുടെ പുറത്ത് ഇരിക്കുന്നതായിട്ടും ചിത്രീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? ഇതിൽ ദേവി സമാപന ദിവസമാണല്ലോ, സന്തുഷ്ടയാണ്, വരദായിനിയായിട്ടിരിക്കുകയാണ്. ഏത് വരവും തരാൻ കണക്കാക്കി ദേവി പ്രസന്നവദനയായിട്ട് അവിടെ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ഋഷീശ്വരന്മാരിൽ ചിലർ ദേവിയെ കമലദളത്തിന് മുകളിലിരിക്കുന്നതായിട്ട്, കമലപുഷ്പത്തിൻ്റെ ദളത്തിന് മുകളിലിരിക്കുന്നതായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. എത്ര മഹത്തായ കാഴ്ചപ്പാടാണ്! ഒപ്പം ദേവി ചതുർഭുജ ദേവിക്കുണ്ട്, അതായത് ചതുർബാഹുവാണ് ദേവി. 4 കരങ്ങൾ ദേവിക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ സിദ്ധിയെ പൂജിച്ചു കഴിഞ്ഞാൽ എല്ലാവിധമായ മനോകാമനകളും പൂർണ്ണമാകും എന്ന് ഋഷീശ്വരന്മാർ നമ്മോട് പറയുന്നു. ഇങ്ങനെയുള്ള ആ അമ്മയെ, പ്രസന്നവദനയായ സിദ്ധിദാത്രിയെ പൂജിക്കാനുള്ള സാധനാ ക്രമീകരണങ്ങൾ, പൂജാ സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം, ഒരു പൂജയ്ക്ക് ആവശ്യമുള്ളത്, നമ്മളെല്ലാം സഗുണഭക്തിക്കാരാണ്, നിർഗുണഭക്തിക്കാരല്ല. സഗുണഭക്തിയാവുമ്പോൾ ഒരു ചിത്രമോ ഒരു പ്രതിമയോ ആവശ്യമാണ്. എന്തിനാ ഈ ചിത്രം അല്ലെങ്കിൽ പ്രതിമ വയ്ക്കുന്നത്? നമ്മുടെ മനസ്സിൻ്റെ ആ ഈശ്വരീയ ഭക്തിയുടെ കേന്ദ്രബിന്ദു ആ പ്രതിമയായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് അങ്ങും ഇങ്ങും കിടന്ന് ഓടും, എവിടെ നിന്നില്ലാതെ ഓടും, ഒരു കേന്ദ്രബിന്ദു ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം ആ കേന്ദ്രബിന്ദു വയ്ക്കണം. അത് സാധകൻ, പൂജകൻ, ആരാധകൻ തനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അതിനെ അണിയിച്ചൊരുക്കുക. എന്താണോ അദ്ദേഹത്തിന് അണിയിച്ചൊരുക്കേണ്ടത് ആ രീതിയിൽ. ഒരു കാര്യം ഓർക്കുക, അനാവശ്യമായ പൈസകൾ ചെലവ് ചെയ്യുന്ന ഏർപ്പാടുകൾ ഒഴിവാക്കുക. രണ്ടാമത്തത്, ഒരു പലക, ഇരുപ്പ് പലക എടുക്കുക. ആ ഇരുപ്പ് പലക വെള്ള വസ്ത്രം കൊണ്ടോ വെള്ളപ്പട്ട് കൊണ്ടോ പൊതിയുക, അല്ലെങ്കിൽ ആ പലകയുടെ മുകളിൽ വെള്ളപ്പട്ട് വിരിക്കുക. അതിനു മുകളിൽ ദുർഗായന്ത്രമുണ്ട്, നമ്മൾ നേരത്തെ വാങ്ങിയത്. ഇത്തരത്തിൽ നമുക്ക് സിദ്ധികൾ പ്രദാനം ചെയ്യുന്ന, അതായത് അലൗകിക ശക്തികൾ പ്രദാനം ചെയ്യുന്ന ആ അമ്മയെ ധ്യാനിക്കാനുള്ള വിധി പറഞ്ഞു കഴിഞ്ഞു. ഇനി അമ്മയെ എങ്ങനെ പൂജയിലൂടെ തൃപ്തിപ്പെടുത്താം? ഇന്ന് സമാപന ദിവസമാണ്. ഇന്നത്തെ പൂജാവിധികളിൽ ഏതൊരു ഭംഗവും ഉണ്ടാകാൻ പാടില്ല. എന്നാൽ ഇന്നത്തെ പൂജാവിധികളെല്ലാം മറ്റുള്ള ദിവസങ്ങളെ അപേക്ഷിച്ച് വളരെ ലഘുവാണ്. നമുക്ക് ആ ലഘുവായ പൂജാവിധികളിലൂടെ കടന്നു പോകാം. എല്ലാ ദിവസത്തെ പോലെ ഇന്നും അമ്മ താമരയുടെ പുറത്തിരിക്കുന്ന ചിത്രമോ പ്രതിമയോ നമുക്ക് ആവശ്യമാണ്. സാധകൻ, പൂജകൻ, ആരാധകൻ തനിക്കാകുന്ന വിധത്തിൽ അതിനെ ഭംഗിയാക്കണം. ഭംഗിയാക്കാൻ വേണ്ടി അനാവശ്യ ചെലവുകൾ വരുത്തരുത്. അത് കഴിഞ്ഞിട്ട് പലക വെള്ള വസ്ത്രം കൊണ്ടോ വെള്ള പട്ടുകൊണ്ടോ പൊതിയണം. ഭംഗിയായി പൊതിഞ്ഞ
ശേഷം അല്ലെങ്കിൽ തുണി വിരിച്ച ശേഷം അതിൽ ശ്രദ്ധി പ്രധാനിക്കുന്ന ദുർഗായന്ത്രമുണ്ട്, അല്ലെങ്കിൽ നേരത്തെ തന്നെ നമ്മൾ വാങ്ങിയ ദുർഗായന്ത്രം ഇരിപ്പുണ്ട്, ഏതെങ്കിലും ഒരു യന്ത്രം എടുത്തു വെക്കുക. ഇനി ചിലരെങ്കിലും മനസ്സിൽ വിചാരിക്കും, ഞാൻ എല്ലാ ദിവസത്തേക്കും ഈ യന്ത്രങ്ങളെല്ലാം വാങ്ങണം, അപ്പോൾ പിന്നെ ഇത് സൂക്ഷിക്കണം, അതിനൊക്കെ സ്ഥലപരിമിതിയും സാമ്പത്തികവും ഒക്കെ പ്രശ്നങ്ങളാണ്. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് സാങ്കല്പികമായ ഒരു ദുർഗായന്ത്രം അവിടെ വയ്ക്കാം. ഒരു നല്ല ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് അത് സങ്കല്പിച്ചാൽ മതി ദുർഗാദേവിയുടെ സിദ്ധി പ്രദായകമായ യന്ത്രമാണ് എന്ന് മനസ്സിൽ ഭക്തിയോടുകൂടി സങ്കല്പിച്ച് അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ ദേവി സിദ്ധിദായകമായ ദുർഗായന്ത്രമായി കരുതിക്കൊള്ളും. ഇനി കൈവെള്ളയിൽ ഇങ്ങനെ പിടിയിൽ വെള്ളപ്പൂ എടുക്കുക, ഒരു പിടി വാരുക, വാരി നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണടച്ച് അമ്മയുടെ രൂപം മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുക. അതല്ല എങ്കിൽ ആ സിദ്ധി പ്രദായകമായ ദുർഗായന്ത്രം അവിടെ ഇരിപ്പുണ്ട്, അതിനെ നോക്കി പ്രാർത്ഥിക്കുക. ഇത് രണ്ടും കഴിയാത്തവർക്ക് തൻ്റെ മുന്നിലിരിക്കുന്ന, ഇവിടെ മുന്നിൽ വച്ചിരിക്കുന്ന ദേവിയുടെ ആ തേജോമയമായ രൂപത്തെ നോക്കി പ്രാർത്ഥിക്കുക. സിദ്ധഗന്ധർവ യക്ഷാദ്യൈ അസുരൈ അമരൈ അഭി സേവ്യാ മാനാ സദാ ഭൂയാത് സിദ്ധിദാ സിദ്ധിദായിനി. സിദ്ധഗന്ധർവ യക്ഷാദ്യൈ അസുരൈ അമരൈ അഭി സേവ്യാ മാനാ സദാ ഭൂയാത് സിദ്ധിദാ സിദ്ധിദായിനി. സിദ്ധഗന്ധർവ യക്ഷാദ്യൈ അസുരൈ അമരൈ അഭി സേവ്യാ മാന സദാ ഭൂയാത് സിദ്ധിദാ സിദ്ധിദായിനി. ഈ മന്ത്രോച്ചാരണത്തോടെ ദേവിയുടെ ചരണങ്ങളിൽ ഈ പുഷ്പാഞ്ജലി, ഈ പുഷ്പം ദേവിയുടെ ചരണങ്ങളിലേക്ക് ഇടുക. അതുവഴി താഴെ ഇരിക്കുന്ന ആ സിദ്ധിദായക ദുർഗായന്ത്രത്തിലും ആ വെള്ളപ്പട്ടിലുമായിട്ട് വീണുകൊള്ളും. അതിനുശേഷം പഞ്ചോപചാര പൂജ അർപ്പിക്കുക. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഭക്തർക്കെല്ലാം അറിയാം പഞ്ചോപചാര പൂജ എന്താണെന്ന്. ആദ്യം ഗന്ധം, ഏതെങ്കിലും മണമുള്ള വസ്തു നൽകുക. രണ്ടാമത് ധൂപം, പുക നൽകുക. മൂന്നാമത് ദീപം നൽകുക. നാലാമത് പുഷ്പം നൽകുക. അഞ്ചാമതായിട്ട് നിവേദ്യം നൽകുക. ഇത്രയുമായി കഴിഞ്ഞാൽ ഉപചാര പൂജയായി കഴിഞ്ഞു. വീണ്ടും നമുക്ക് എന്തെങ്കിലും പ്രത്യേക വസ്തുക്കളുണ്ടെങ്കിൽ നമുക്ക് ദേവിക്ക് സമർപ്പിക്കാം. കഴിയുന്നത്ര വെള്ള നിറത്തിലുള്ള വസ്തുക്കൾ, എന്താണ്, പലഹാരങ്ങൾ, അതേപോലെ അലുവ, ഇതെല്ലാം വെള്ള നിറത്തിൽ, പാല് ചേർന്ന് വരുന്ന പാൽപ്പായസം, വെള്ള പച്ചരി കൊണ്ട് നിർമ്മിച്ച പൊങ്കാല, ഇങ്ങനെ വെള്ള നിറത്തിലുള്ള ഏതൊരു വസ്തുവും നമുക്ക് ദേവിക്ക് നൽകാവുന്നതാണ്. ഇത് സമർപ്പിച്ചതിന് ശേഷം ഒരു മന്ത്രം പറയണം. ആ മന്ത്രം പറയുമ്പം ഒന്നുകിൽ മനസ്സ് കണ്ണടച്ച് ദേവിയെ വിചാരിച്ച് പറയുക, അല്ലെങ്കിൽ ഓരോ പൂവെടുത്ത് ഓരോ മന്ത്രോച്ചാരണത്തോടുകൂടി ദേവിയുടെ അടുത്തേക്ക് അർപ്പിക്കുക. അതും അല്ലെങ്കിൽ
മുന്നിലിരിക്കുന്ന ദേവിയെ നോക്കി തന്നെ തൊഴുകയോടെ പറയുക. ഇത്തവണ 7 പ്രാവശ്യം അല്ലെങ്കിൽ 9 പ്രാവശ്യം പറഞ്ഞാൽ മതി. ഓം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിച്ചൈ ഓം സിദ്ധിദാത്രി ദേവിയേ നമഃ. ഓം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിച്ചൈ ഓം സിദ്ധിദാത്രി ദേവിയേ നമഃ. ഓം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിച്ചൈ ഓം സിദ്ധിദാത്രി ദേവിയേ നമഃ. ഓം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിച്ചൈ ഓം സിദ്ധിദാത്രി ദേവിയേ നമഃ. ഓം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിച്ചൈ ഓം സിദ്ധിദാത്രി ദേവിയേ നമഃ എന്ന് പറയുക. ഇനി നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ ആ ദേവിക്ക് മുന്നിൽ വെക്കുക. അത് അനുനയ വിനയ പ്രാർത്ഥനയാകാം, സന്തോഷത്തോടു കൂടി പറയാം. ഏത് രീതിയിൽ വേണോ, ദേഷ്യവും സന്താപവുമില്ലാതെ ഏത് രീതിയിൽ വേണമോ നമുക്ക് ദേവിയോട് പറയാം. അത് കഴിഞ്ഞിട്ട് ദേവിക്ക് ഒരു ആരതി കൊടുക്കാം, ദീപാരാധന കൊടുക്കാം. എന്നിട്ട് ദുർഗാ സപ്തശതി ചൊല്ലാം. അത് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ ദേവീ ഭാഗവതം ഇന്നലെ നമ്മൾ വായിച്ച് നിർത്തിയത് കാണും, അതിൻ്റെ ബാക്കി ഭാഗം വായിക്കുക. അങ്ങനെ വായിക്കാൻ പറ്റാത്തവർക്ക് ദേവീ ഭാഗവതത്തിലെ കഥകൾ അറിയാമെങ്കിൽ അത് തൊട്ടടുത്ത നാട്ടിലോ വീട്ടിലോ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഇനി ഈ സിദ്ധിദാത്രിക്ക് പകരം ചണ്ഡികയെ പൂജിക്കുന്നവരുണ്ട്. അതായത് അതും ആ കഥ നമുക്കറിയാവുന്നതാണ്. ആ കഥയിലൊരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ചണ്ടനും മുണ്ടനും തുടങ്ങിയ 2 അസുരന്മാരുണ്ടായിരുന്നു. മഹാകുഴപ്പക്കാരായിരുന്നു. ദേവലോകവും പാതാളവും ഭൂമിയെല്ലാം അവരുടെ അധീനതയിലായി. ദേവന്മാരെല്ലാം പോയി ദേവിയെ സ്തുതിച്ചു. ദേവി അവതരിച്ചു. ആദ്യം മുണ്ടനെ കൊല്ലുകയും പിന്നീട് ചണ്ഡിയെ വധിക്കുകയും ചെയ്തു. അങ്ങനെ ചണ്ടനെയും മുണ്ടനെയും കൊന്നു. അങ്ങനെ ഇവർ 2 പേരെയും കൊന്നതുകൊണ്ട് ദേവിയുടെ പേര് ചണ്ഡിക എന്ന പേര് പതിഞ്ഞു. ആ ദേവിയെ ആരാധിക്കുന്ന ചില സ്ഥലങ്ങളും ഉണ്ട്. കഴിഞ്ഞ 9 ദിവസം കൊണ്ട് 8 ദിവസം കൊണ്ട് 9ാമത്തെ ദിവസം നമ്മൾ പൂജിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഭക്തിയുടെ ആനന്ദത്തിൽ നമ്മളിരിക്കുകയാണ്. നവരാത്രി വളരെ ഭംഗിയായി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഏവർക്കും ഈ ശാരദീയ നവരാത്രിയുടെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ. ഒപ്പം നമ്മുടെ നാട്ടിനും നമ്മുടെ രാജ്യത്തിനും ഒക്കെ, രാജ്യത്തിലെ ഭരണാധികാരികൾക്കും എല്ലാവർക്കും ഈ നവരാത്രിയുടെ അഭൂതപൂർവമായ ആ അനുഗ്രഹം ലഭിക്കട്ടെ. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഏവർക്കും നവരാത്രി ദിന ആശംസകൾ നേരുന്നു. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ.